ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചാച്ചനിരുന്നിട്ട് ചപ്പാത്തി കഴിക്കുന്നു. സാമ്പാറും ചപ്പാത്തി. പിന്നെ പേരയ്ക്ക കൊണ്ടുവച്ചേക്കുന്നു. പേരയ്ക്ക വന്നു കഴിഞ്ഞാൽ ഉടനെ കണ്ണീച്ച ചാടി വരും. അപ്പോഴത്തേനും കണ്ണീച്ച ചാടി വന്നേക്കുന്നു. ഒരു 10-12 പേരയ്ക്കായി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പറിച്ചപ്പം തന്നെ കഴുകിയിട്ട് 2 ഞാനങ്ങ് തിന്നു. രാവിലെ പറിച്ച് വെച്ചേക്കും കേട്ടോ. മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇന്നലെ പറിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അതങ്ങ് വിട്ടുപോയി, പറിച്ചില്ല. ഇന്ന് രാവിലെ അങ്ങ് ഇറങ്ങി പറിച്ച് ഒരു 3-4 അങ്ങ് മുയലൂട്ടന് കൊടുക്കാം, ബാക്കി നമ്മൾ തിന്നാം, ആവശ്യക്കാർക്കൊക്കെ തിന്നാം. അജുമോൻ രാവിലെ അവൻ്റെ പച്ചമുളകേന്ന് പച്ചമുളക് പറിച്ചു കൊണ്ട് വെച്ചേക്കുന്നു. അജുമോനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലയോ കണ്ടിരിക്കുന്നു. നിന്നെ എല്ലാവരും തിരക്കുന്നുണ്ട്. നിനക്ക് ഒന്ന് മുഖം കാണിക്കാൻ പോലും വയ്യാമല്ലോ. കണ്ടോ? എന്താ ഉണ്ട് അജുമോനെ വിശേഷം? ഒന്നുമില്ല. അജുമോൻ ഇന്ന് കഴിക്കുക. കുറച്ച് മുളക് മേടിച്ചായിരുന്നേ. പിന്നെ ഇച്ചിരി ഉള്ളത് മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചത് കേട്ടോ. അപ്പോൾ ആ മുളകൊന്ന് ഞാൻ വെയിലത്തോട്ടിട്ട്, എന്തിനാണെന്നറിയോ? നമ്മുടെ ചില്ലി ഫ്ലെക്സ് ഉണ്ടാക്കാൻ, അതായത് ഒന്ന് ചെറുതായിട്ട് മുളകൊന്ന് ഇതാക്കി വെക്കാനോ, ഒന്ന് ചതച്ച് വെക്കത്തില്ലേ നമ്മൾ, നല്ലപോലെ ഉണക്കിയിട്ട് ഇതിൻ്റെ ആ തൊത്തെല്ലാം അങ്ങ് പറിച്ച് കളഞ്ഞിട്ട്, തണ്ട് എല്ലാം പറിച്ച് കളഞ്ഞിട്ട്, ഇവിടെ തൊത്തെന്നാണ് പറയുന്നത്, മുളകിൻ്റെ തൊത്ത്, അതങ്ങ് പറിച്ച് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് എടുത്തൊന്ന് ഇതാക്കി വെക്കാനായിട്ട്, നല്ലപോലെ അങ്ങ് ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് നല്ല വൃത്തിയായിട്ട് ഉണങ്ങട്ടെന്ന് വിചാരിച്ചിട്ടേക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ എടുത്തിതങ്ങ് ചതച്ച് വെക്കുക. എന്തിനാണെന്നറിയോ? ഇനി സ്കൂൾ തുറക്കുമ്പം അജുമോന് ഇതിനകത്തൊക്കെ ഇടാനേ, നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ, അതിലൊക്കെ ഇടാനായിട്ട് ഉള്ള അതിന്. കഴുകിയിട്ട തുണികളെല്ലാം ഉണങ്ങി. ഇന്നലെ വൈകിട്ടായിരുന്നു തുണികൾ കഴുകിയിട്ടത് കേട്ടോ. എല്ലാം ഉണങ്ങി. ആരോഗ്യമില്ലാത്തൊരു ചേന ഇത്. വെറുതെ ഇവിടെ അച്ചാച്ചൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടത് ചെറിയൊരു ഇത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത്. അത് ചെറുതായിട്ടിങ്ങനെ കിളിച്ച് വന്നു. അതങ്ങനെ നിൽക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് നിർത്തിയേക്കും. അടുത്ത വർഷവും ഇത് കിളയ്ക്കാതിരുന്ന് കഴിഞ്ഞുകൊണ്ടല്ലോ നല്ല ആരോഗ്യമുള്ള ഒരു ചേനയായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള പ്രാവശ്യം കിളിച്ച് വരുന്നത്. ചുവട്ടിലൊന്നും ഇട്ടിട്ടില്ല, ചാണകം ഇട്ട് കൊടുക്കണം, എന്നാലേ ഇതൊക്കെ നല്ലതായിട്ട് വരത്തുള്ളൂ. നമ്മുടെ ചേമ്പ് കണ്ടോ, ലാസ്റ്റ് ചേമ്പ്, അതിന് ഇത്രയും കൂടെ ഉള്ളൂ ചേമ്പ്. ഈ ചേമ്പ് നമ്മൾ കുറച്ച് ചേമ്പെടുത്ത് മാറ്റി വെച്ചിരുന്നു. ഈ ചേമ്പ് ഹരിയേട്ടൻ വരുവാണെങ്കിലോ, നമുക്കറിയത്തില്ലല്ലോ എന്ന് വരും, ഒന്നും പറഞ്ഞിട്ടായിരിക്കത്തില്ല ചിലപ്പം വരുന്നത്. വരാൻ സമയമാകുമ്പോൾ അന്നായിരിക്കും ചിലപ്പോൾ എയർപോർട്ടിൽ വന്നിട്ടായിരിക്കും വിളിക്കുന്നത്, ചിലപ്പം വിളിക്കാതെ ഇങ്ങനെ പോരാറുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പം എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നത്. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കേടായിപ്പോവും. കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തൊക്കെ ഒരുപാട് കേട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് അജു എടുത്ത ഒരു ചാക്കിനകത്ത് മാറ്റി വെച്ചിരുന്നു. അതെടുത്തിട്ടായിരുന്നു നമ്മളിപ്പോൾ 2-3 പ്രാവശ്യം പുഴുങ്ങി ഇഷ്ടംപോലെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനി ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എടുത്തൊന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് ചിരണ്ടിയൊക്കെ എടുക്കാം, എന്നിട്ട് നമുക്കിതൊന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കി എടുക്കാം. അത്രയും ചേമ്പ് നമ്മൾ ചിരണ്ടി എടുത്തപ്പോഴേ നമുക്ക് അത്രയും ചേമ്പ് എടുത്തപ്പോൾ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ ചേമ്പ്. ബാക്കി നോക്കിയേ, എല്ലാം കേടായി പോയായിരുന്നു കണ്ടോ, എല്ലാം കേടായിപ്പോയി. ഇത്രയേ ഉള്ളൂ. അതാ ഇനി പിന്നെ വെച്ചേക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇനി വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മെഴുക്ക് വരട്ടി ഉണ്ടാക്കി എടുക്കുക. ഇതൊന്ന് കഴുകി അരിഞ്ഞ് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. എന്തെടുക്കുമായിരുന്നു? എന്നിട്ട് ഇനി എന്തെടുക്കാൻ പോവാ? കുളിക്കാൻ പോവാ. നാണക്കേടാന്നോ എല്ലാവരും മുഖത്ത് നോക്കാൻ? പിന്നെന്താ മുഖത്ത് നോക്കി കാര്യം പറയാത്ത? മുഖത്ത് നോക്കി കാര്യം പറയാത്ത ആരാ? കള്ളന്മാര്. ഫോണ് എന്തുവാ ജൂ?
ഏതാണ്ടൊക്കെ വിളിക്കുന്നു. എന്തുവാ വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തു പറഞ്ഞു? നല്ലതാ. അപ്പം നമ്മൾ നല്ലതായിട്ടിത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടപ്പയിലോട്ട് വെച്ചേക്കുക. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ചിട്ട് വെച്ച്, നമ്മളിവിടെ ഉപ്പുനീരാണല്ലോ ഒഴിക്കുന്നത്. ഉപ്പുകല്ല് മേടിച്ച് കലക്കി ഉപ്പുനീര് ഒഴിച്ച്, ഉപ്പ് പൊടിയോ ഇഷ്ടമുള്ളത് എന്തോന്ന് വെച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് വെച്ചേക്കുക. ചേമ്പിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ കുറച്ച് നികന്ന് കിടക്കണം. വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം വെക്കണമേ, അല്ലെങ്കിൽ ഇതങ്ങോട്ട് പിന്നെ വെന്ത് വരുമ്പോഴത്തേനെ ഇതങ്ങ് കുറച്ച് കൊഴുകൊഴാന്നൊന്നും ആവാതിരിക്കാനായിട്ട് വെള്ളം തീർന്ന് അതിങ്ങനെ കോരിയെടുക്കണം നമുക്ക് അതിനായിട്ട്. അതായത് അവിടെ ഇരുന്ന് വേവട്ടെ. ഞെക്ക് കൊള്ളുന്ന പരുവോ, ഒരുപാട് വെന്ത് അളിയരുത്. ഞെക്ക് കൊള്ളുന്ന പരുവാകുമ്പോഴത്തേന് നമുക്കിത് കോരി എടുത്തിട്ട് സാധാരണ മെഴുക്ക് വരട്ടി വെക്കുന്ന പോലെ അങ്ങോട്ട് ഇടാം കേട്ടോ. വേവട്ടിരുന്നു. ചോറ് വെന്ത് കണ്ടിരിക്കുന്നു. ഇനി മെഴുക്ക് വരട്ടിയും കൂടെ വെന്ത് കഴിഞ്ഞാൽ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് അജ്മോന് ചോറ് കൊടുക്കാം. അതിനെ ഒഴിച്ച കറികളൊക്കെ അവന് ഇഷ്ടമില്ലാത്ത കറികളൊക്കെയാണെങ്കിൽ അവൻ കഴിക്കത്തില്ല. നമുക്കിവിടെ സാമ്പാറാണ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അജ്മോൻ അത് കൂട്ടുമെന്നുള്ളത്. ചപ്പാത്തിക്ക് നമ്മൾ സാമ്പാർ കൂട്ടി കഴിച്ചു. ഇനി അജ്മോന് മെഴുക്ക് വരട്ടിയതും ഒരു പിന്നെ മുട്ട പൊരിച്ചതും ഒരു പപ്പടവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് കഴിച്ചോളൂ. വേണ്ട, ഇതിനകത്ത് എണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിക്കകത്ത് നമ്മൾ മുളക് ചതച്ചത് ഉണ്ടല്ലോ അതിട്ടായിരുന്നു. ഇട്ടിട്ട് പിന്നെ ചേമ്പ് കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ചേമ്പ് ഒരുപാട് പിന്നെ ഇതായി പോകരുത്. അജ്മോൻ ഫോണും എടുത്തുകൊണ്ട് അപ്പുറത്തോട്ട് പോയപ്പോൾ ഞാൻ ഈ ഫോൺ മേടിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേന് കുറച്ചൊന്ന് ഞാൻ വെള്ളം ഊറ്റി വെച്ചിട്ട് പോയിട്ടും കുറച്ചൊന്ന് വെന്തു. അപ്പോൾ ഇത് ഇങ്ങനെ വെന്ത് ഉടയാത്ത രീതിയിൽ വേണം കേട്ടോ. എന്നിട്ടത് കോരിയിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത്രയേ ഉള്ളൂ. പിന്നെ ചേമ്പ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. നമ്മളിനി പിന്നെ ആദ്യം ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് കൊടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴത്തേ പിന്നെ നമ്മളൊന്ന് ഇളക്കി ഒന്ന് തിരിച്ചൊന്നിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെക്കണം. അങ്ങനെ ഇച്ചിരി നേരം അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനൊന്ന് മുരിഞ്ഞ പോലെ ആയി വരും. അന്നേരം ഒരു ടേസ്റ്റ് ഈ സൈസ് മെഴുക്ക് വരട്ടിക്കൊക്കെ. നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയായി കേട്ടോ. റെഡിയായി. പെട്ടെന്നാണ്. കുറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഒന്നേലൊന്നേ തൊടാതെ മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടക്കും. അത് മാത്രമല്ല കുഴയുകയും ചെയ്യരുത്. ഇത് ഇച്ചിരി ഒന്ന് ഇതായിട്ടുണ്ട്. അജുവിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല രുചിയായിരിക്കും. ഈ ചേമ്പ് മെഴുക്ക് വരട്ടിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ മിക്കവാറും ഉള്ളവരെല്ലാം നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാക്കും. പണ്ട് ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ഓരോ ദിവസം ഇതുപോലെ ഓരോ സാധനം കൊണ്ടുള്ള മെഴുക്ക് വരട്ടികളായിരിക്കും. നമ്മുടെ പറമ്പിൽ തന്നെ കാണുമല്ലോ എല്ലാ സാധനങ്ങളും. ചേമ്പും ചേനയും കാച്ചിലും പിന്നെ അതുപോലെ പിന്നെ ഏത്തക്കായും നേന്ത്രക്കായ്ക്ക് നമ്മളിവിടെ ഏത്തക്ക എന്നാണ് പറയുന്നത്. ഏത്തക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുള്ള മെഴുക്ക് വരട്ടികളാണ് കൂടുതലും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളത്. അതുപോലെ പയറും അന്നൊക്കെ കുറ്റിപ്പയറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ പല കളറിലുള്ള പയർ, പുള്ളിപ്പയർ, കുറ്റിപ്പയർ, വയലറ്റ് പയർ, പിന്നെ അതുപോലെ വള്ളിപ്പയർ, അങ്ങനെയുള്ള പയറുകളും വെണ്ടയ്ക്കായും വഴുതനങ്ങയും കോവയ്ക്കായും എല്ലാം ഒന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള നമ്മുടെ അന്നേരം പറിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഓരോ മെഴുക്ക് വരട്ടികളാണ് ഉണ്ടാക്കുന്നത് അങ്ങോട്ട്. അത് നല്ല ഒന്നാന്തരം വെളിച്ചെണ്ണയ്ക്കകത്ത് അച്ചാച്ചൻ അങ്ങോട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് തരുന്നത്. ഞങ്ങൾക്ക് സ്കൂളിൽ അച്ചാച്ചനാണല്ലോ എല്ലാം തന്നു വിടുന്നത്, പൊതി കെട്ടി തന്നു വിടുന്നതല്ല. അതിൻ്റെ രുചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അച്ചാച്ചനുണ്ടാക്കും. ഏത് കറി വേണമെന്ന് പറഞ്ഞാൽ മതി, അതെല്ലാം എന്തോ ടേസ്റ്റാണെന്നറിയാമോ. അത് എന്തോ എളുപ്പം പെട്ടെന്ന് ആ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയായിരുന്നു. രുചിയെന്ന് പറഞ്ഞാൽ സാമ്പാറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സാമ്പാർ. അച്ചാച്ചൻ്റെ സാമ്പാറും കടലക്കറിയും എന്ത് കറികളും. ബീഫ് കറിയൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. കോഴിക്കറിയോ അതിലും. അങ്ങനെ. അപ്പം ഞാനിനി അജുമോന് ഒരു മുട്ടയും കൂടെ പൊരിച്ച് ചോറ് കൊടുക്കട്ടെ. അജു താണ്ടിരിക്കുന്നു, ചോറ് കഴിക്കുക. കണ്ടോ, കട്ടിലയിലായിരിക്കുന്നത്. കട്ടിലയിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാലൊന്നും അജുമോൻ കേൾക്കത്തില്ല. പിന്നെ അജുമോൻ്റെ മൊബൈൽ ഫോണും ബാഗ് ഇവിടെ ഇരിപ്പുണ്ട്, മൊബൈൽ ഫോൺ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കൊണ്ടൊന്ന്
നിർത്തി വെച്ചിട്ട് എന്തോ മറിമായവോ അങ്ങനത്തെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നാണ് കഴിക്കുന്നത്. പപ്പടവും മുട്ട പൊരിച്ചതും പിന്നെ ചേമ്പ് മെഴുക്ക് വരട്ടി, പിന്നെ മാങ്ങ അച്ചാർ, വെള്ളക്കിട്ട മാങ്ങ അച്ചാർ നീളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന ആ മാങ്ങ അച്ചാറും കൂട്ടിയിട്ട് അജിമോൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കറിവേപ്പിലയാണല്ലോ. അപ്പോൾ കറിവേപ്പില എടുക്കാനായിട്ട് ഇറങ്ങി വന്നതാണ്. ഇഷ്ടംപോലെ കറിവേപ്പില കുഞ്ഞു തൈകളെല്ലാം നിപ്പുണ്ട്. അവിടുന്ന് നമുക്കൊരു ശകലം കറിവേപ്പില എടുക്കാം. ആവശ്യത്തിന് മതി, കുറച്ച് മതി. ഞാൻ 2-3 തണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി നമുക്ക് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, കുറച്ചേ ഉള്ളല്ലോ. ഒരു മണത്തിനും ഗുണത്തിനും ഒക്കെയാണ് ഇതിവിടെ ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വന്നു കഴിയുമ്പം അതിൻ്റെ ആ ഒരു രുചിയും മണമൊക്കെ നമുക്ക് കിട്ടുന്നതിന് നല്ല രസമായി കഴിക്കാൻ കേട്ടോ. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി, ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള മുളകൊക്കെ നമുക്കൊന്ന് ചേർക്കണം. ഇതിലിനി ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് അങ്ങോട്ട് ഇടുക ചെയ്യുന്നത്. ചതച്ചിട്ട് ഇട്ടു. അപ്പം അതിൻ്റെ ആ ഒരു മണവും ഇപ്പോഴത്തെ നല്ല വെളുത്തുള്ളി അങ്ങോട്ട് തിളച്ച എണ്ണയിലോട്ട് ഇടുമ്പോൾ ഒരു മണമുണ്ട്, നല്ല രസമുള്ളൊരു മണം. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു നല്ല രസമാണ് കേട്ടോ. നല്ലതായത് കഴിക്കാൻ രസം അല്ല, നല്ല രുചി എന്നുള്ള രസമാണ്. നല്ലതാണ്. ഓരോ മനുഷ്യർക്ക് ഓരോ ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്കിതങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കഴിക്കാൻ. ഇത് നമുക്ക് ഒരാഴ്ച വേണ്ടി വന്ന 1 മാസം ഒക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. കൂടുതൽ ഉണ്ടാക്കിയിട്ടിങ്ങനെ അടച്ചു വെച്ചാൽ ഒരുപാട് നാൾ ഇരിക്കും. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി നമുക്ക് ഇത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിത് ചേർക്കണം കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച മുളക് ഉണ്ടല്ലോ, തരിതരിപ്പായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഈ മുളക്, കാശ്മീരി മുളക് നമ്മൾ എത്രത്തോളം ചേർക്കും, നമുക്ക് എത്ര എരിയാണ് വേണ്ടത്, നമ്മൾ എത്രത്തോളം ചേർക്കുന്നത് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഇടേണ്ടുന്നത് കേട്ടോ. ഞാൻ ഈ ഇത്ര ഒരു പിന്നെ ഉള്ളിയൊക്കെ ചേർത്തേക്കുന്നതിൻ്റെ ഇതനുസരിച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത്. വേണ്ട ഇത്രയിട്ട്. എന്നിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഇച്ചിരി കുരുമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചേർക്കുമ്പോൾ അതിനൊരു വേറെ നല്ലൊരു രുചിയൊക്കെ കിട്ടും. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഞാനിനി ചേർക്കുന്നത്, അങ്ങനെ ചേർത്തും ഉണ്ടാക്കാറുണ്ട്. ഞാനിനി ചേർക്കുന്ന ആ മുളക് പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതവിടെ കിടന്ന് ഒന്ന് റെഡിയായി വരട്ടെ. എന്നിട്ട് ഇതേനെയും ഈ പുളി ഇവിടെ കിടന്നൊന്ന് നമ്മൾ തീ ഇച്ചിരി കൂട്ടി വെച്ച് അതിനെ നമ്മൾ പറ്റിച്ച് എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇച്ചിരി ഉപ്പ് നീരും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുവാന്നേ. ആവശ്യത്തിനുള്ളത് ചേർത്തിട്ടുണ്ട്, മതി. കൂടിപ്പോയാലും കൊള്ളത്തില്ല. അപ്പം ഇനി അതവിടെ ഇരുന്ന് അങ്ങനെ പറ്റി വരണം, നല്ല തിളച്ച് പറ്റി വരണം. അപ്പം ഇതിനകത്തെല്ലാം ചേർത്തു. നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർത്തതെന്ന് അറിയാമല്ലോ. നമ്മളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തി കഴിഞ്ഞിട്ടത് പിന്നെ നല്ല വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് തിളച്ച വെളിച്ചെണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നപ്പം കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു 2 കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ മുളകിട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് പുളി പിഴിഞ്ഞൊഴിച്ച് ഉപ്പും ചേർത്തു. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ വറ്റി വരണം. അപ്പോൾ ആ വറ്റി വരുമ്പോഴത്തേക്ക് ആ ഇതിനകത്ത് ചേർത്തേക്കുന്ന എണ്ണയെല്ലാം തെളിഞ്ഞിങ്ങി വരും. അങ്ങനെ ഇത് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പം എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇരിക്കും. അത് നമുക്ക് എന്നിട്ട് എടുത്തിട്ട് നമുക്ക്
ചോറിൻ്റെ കൂടെയൊക്കെ ഇടയ്ക്ക് ഇതുപോലെ മുട്ട പൊരിച്ചതൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അല്ലാത്തപ്പോഴും എപ്പം വേണമെങ്കിലും നമുക്ക് ഇത് ഇച്ചിരി ഒരു എരി ഒക്കെ പുള്ളിയും കൂടെ ഒക്കെ ഒന്ന് വയറ്റിലോട്ട് ചെല്ലണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ ഒരു ചമ്മന്തി കൂട്ടാം. ശ്വാസം മുട്ടൊക്കെയുള്ള വീട്ടിലൊക്കെയാണ് ഇത് ഗ്യാസ് വെച്ചുകൊണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ മുളക് ഇങ്ങനെ വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ അച്ചാച്ചന് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് അച്ചാച്ചനൊക്കെ ചുമയ്ക്കും. അതാ ഒരുപാട് നല്ലതായിട്ട് വറ്റി വരുമ്പോഴത്തേന് അജുമോൻ കഴിച്ച് കഴിയും. അതുകൊണ്ട് അജുമോൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് കൊണ്ട് കൊടുത്തു നോക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് കൊണ്ടുപോകാം. എരിയാണെങ്കിൽ കുഞ്ഞിന് അത് ഒരുപാട് എരിയൊക്കെ അജുമോന് ഇഷ്ടമല്ല. ഇത്രയും നമുക്കൊന്ന് കൊണ്ട് കൊടുക്കാം. അജുമോന് കൊടുത്തു. അജുമോൻ അത് കൂട്ടി കഴിക്കുമോ? എരി കൂടുതലാണോ? ഉള്ളോ? എരി കൂടുതലാണോ? നല്ല എരിയല്ലേ? കുറച്ച് മയിലലയ്ക്കുന്ന സൗണ്ട് കേട്ടു. നല്ല എരിയ. എങ്ങനെയുണ്ട്? എരിയ. അജുമോ പറഞ്ഞതിന് നല്ല എരിയാന്ന്. പക്ഷേ ഞാനത് ഇച്ചിരി തൊട്ട് നാക്കി വെച്ച് നോക്കിയപ്പോൾ അതിന് അധികം എരിയൊന്നുമില്ല. അവിടെ വറ്റി വരും. ഇത് ഞങ്ങൾ പാർലറിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ ഒമാനിലൊക്കെ ആയിരുന്ന സമയത്ത്, അന്നേരം നമ്മൾ അവിടെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ചമ്മന്തി, ഇങ്ങനൊരു ചമ്മന്തി. കൂടുതൽ കറികളൊന്നും കാണത്തില്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ. പെട്ടെന്ന് പോകണം, 9 മണിയാകുമ്പം അവിടെ ചെല്ലണം. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ 8:30, ഞങ്ങൾക്ക് 8:30 ചെന്ന് എല്ലാം അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് 9 മണിക്ക് പാർലർ തുറക്കും. ബോർഡ് ലൈറ്റ് 9 മണിയാകുമ്പോൾ ഞങ്ങൾ ഇടുക ചെയ്യുന്ന. പാർലർ ഓപ്പൺ എന്നുള്ള ലൈറ്റ് ഉണ്ടല്ലോ, അത് 9 മണിയാകുമ്പം അത് ഓണാക്കും. അപ്പോഴത്തേക്ക് അവിടെയുള്ള റൂമുകളെല്ലാം തുടച്ച് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി ഇടണം. ഇട്ട് കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ വെക്കും. പിന്നെ അത് കൂടാതെ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ മൈസൂർ ദാൽ എന്നൊക്കെ പറയുമല്ലോ, ചുമപ്പ് പരിപ്പ് ചെറിയ, അത് വെച്ചിട്ടുള്ള ഒരു പരിപ്പ് കറി. അതിൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെക്കും, ചിലപ്പോൾ അത് മാത്രം വെക്കും. അങ്ങനെയൊക്കെ. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെയായിരുന്നു നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ കുറുകി വരുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ആ ഒഴിച്ച എണ്ണ തെളിഞ്ഞിങ്ങ് വരും. ഇതിലും കൂടുതൽ അത് കുറുക്കി അങ്ങ് ഇതാക്കി എടുക്കാം. ഞാൻ പക്ഷേ നമുക്കിന്ന് എടുക്കാൻ വേണ്ടിയുള്ളതായതുകൊണ്ട് അജു അച്ചാച്ചനുമൊക്കെ ഇത് കൂട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് 3-4 ദിവസം വെച്ച് വേണേൽ കൂട്ടാം. അപ്പം ഞാനിത് നിർത്തും. ഇത്രയും ആക്കി ഞാൻ നിർത്തുവാണ്. നമുക്ക് അന്ന് തന്നെ കൂട്ടാനും അല്ലായിരുന്നു അതിൻ്റെ പിറ്റേന്നും കൂട്ടാനൊക്കെയാണ് ഇത്ര ഇതാക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു 5-6 പേർക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. ഇത്രയേ ആവശ്യമുള്ളൂ. ഇതൊരു 5-6 പേർക്ക് അല്ലെ ഒരു 7-8 പേർക്ക് സുഖമായിട്ട് ചോറുണ്ണാൻ എടുക്കാവുന്ന ഇത്രയുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയും മതി. ഇനി ഗ്യാസ് അങ്ങ് ഓഫാക്കാം. ഇത്രയും മതി. കണ്ടോ? ഇപ്പം ഞാനും ചോറെടുത്തു. ഇതിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ചമ്മന്തി, പിന്നെ ചക്കക്കുരു മെഴുക്ക് വരട്ടി. കണ്ടോ? ഇത് രണ്ടും കൂടെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഇത് ചേമ്പ് മെഴുക്ക് വരട്ടി, ഇത് ചക്കക്കുരു മെഴുക്ക് വരട്ടി. അജിമോൻ കഴിച്ച പാത്രത്തിൽ തന്നെ ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ പപ്പടം, മുട്ട പൊരിച്ചത്, ഇത്രയും കൂട്ടിയിട്ട് അജുവിന് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള മുട്ട പൊരിച്ചതാണേ, അതും കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോവാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഭവങ്ങൾ. പിന്നെ സാമ്പാറുണ്ട്. ആവശ്യമുള്ളവർക്ക് സാമ്പാർ എടുക്കാം, ആവശ്യമില്ലെങ്കിൽ എടുക്കണ്ട. ഇപ്പോൾ എനിക്ക് ഇത് കഴിക്കുമ്പം എനിക്കിപ്പോൾ സാമ്പാർ വേണ്ട. അപ്പോൾ ഇതിൻ്റെ രുചികളെല്ലാം അറിഞ്ഞൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ എന്നാൽ ഇനി കഴിക്കാൻ പോവാം. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു രാവിലെ. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ആയിട്ട് അജുമോൻ പോവുക. ഉണ്ണിയപ്പം എല്ലാം പറക്കി എടുക്കുന്നു. ഉച്ചയാവാറായപ്പം
അതുകൊണ്ട് ഏതാണ്ടെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നു. അജു പോകുന്നുണ്ട്. തലമുടി പോലും ഈരിയിട്ടില്ല. തലമുടിയൊന്നും ഈരാറൊന്നുമില്ല. ഉണ്ട് പോന്നു. സൈക്കിൾ എങ്ങാണ്ടൊക്കെ കേടായിരിക്കുക. അതാ നടന്നു പോകുന്നത്. അല്ലേ നടന്നു പോവുകയില്ല. അപ്പോൾ കുഞ്ഞ് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് തീർച്ചയായും അയക്കണം. ലൈക്കും കൂടെ അടിച്ചോ, കുഴപ്പമില്ല. താങ്ക് യു.